വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിവിടെ കുറച്ച് കണ്ടോ ഈ വെള്ളക്കടലല്ലേ അത് വേവിപ്പിച്ച് വെച്ചത് കണ്ടോ. ഇത് നമുക്കൊരു സലാഡ് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. രാവിലെയൊക്കെ കഴിക്കാൻ നല്ലതാട്ടോ. രാവിലെ എന്ന് പറഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കഴിക്കുകയോ അതല്ല ബ്രേക്ക്ഫാസ്റ്റ് ഇത് കഴിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടോ. ചിലർക്ക് ഇത് മാത്രം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമോ എന്തെങ്കിലുമൊക്കെ വരും. പക്ഷെ അതൊന്നും വേണ്ട, ഒരു 11 മണിക്ക് കഴിച്ചാലും മതി. കണ്ടോ ഇത് വേവിപ്പിച്ചെടുത്തതാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഇതാ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, ഒരു സവാള, അതുപോലെ തന്നെ 2 ക്യാരറ്റ്, പിന്നെ പച്ചമുളക്, കുറച്ച് മല്ലിയില, ഇതൊക്കെ ചെറുതാക്കി അരിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നന്നായി കനം കുറച്ച് അരിയണം. നീളത്തിലരി അല്ലെങ്കിൽ സ്ക്വയറായിട്ട് അരി എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. തീരെ കനം കുറച്ച് അരിയണം, എന്നാലും നമുക്ക് കഴിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ കിട്ടണം. അതേമാതിരി ഇങ്ങനെ ഘനം കുറച്ച് അരിഞ്ഞാൽ മതി, അതല്ലെങ്കിൽ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്താലും മതി. എന്നിട്ട് നമുക്ക് ഇതൊന്നായിട്ട് കുഴച്ചെടുക്കാം. കുഴച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്കിത് കഴിക്കാൻ നല്ലതുണ്ടാവും. നൈസായതുകൊണ്ട് സൈഡ് വെച്ചിട്ട് നൈസാക്കി അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഈ കടലിൻ്റെ കൂടെ കോരിട്ട് കൂടിയിട്ട് കഴിക്കാൻ പറ്റും. നന്നായി അരിഞ്ഞെടുക്കുക. ഈ അരിഞ്ഞടിച്ച പച്ചക്കറിക്കറിയിട്ട് ഇട്ട് കൊടുക്കാം. കക്കിരി, തക്കാളി, ക്യാരറ്റ് ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതി. ക്യാപ്സിക്കം, ഇത് കുറച്ച് ഗ്രീൻ ആപ്പിൾ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. നല്ല സാധനങ്ങളായതൊക്കെ നല്ല പ്രോട്ടീൻ ഉണ്ടാവും. ഉപ്പ്, ലൈം വാട്ടർ, ഒലിവ് ഓയിൽ, ഇതാ പൊടിച്ച സവാള ഒന്ന് ചേർത്ത് നന്നായി ചേർത്തെടുത്താൽ മതി. നന്നായി ചേർത്തെടുക്കണം, അപ്പോഴാണ് ഇതൊക്കെ ചേർന്നിരിക്കും. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ചു നോക്കിയാൽ സലാഡ്. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് നല്ലതാട്ടോ കഴിച്ചാൽ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.